പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളിലേക്ക് കൃപാവരം ചൊരിയുന്ന പുലർകാല വിചിന്തനം. ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് കപടതയ്ക്ക് ദൈവം കൊടുക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ്. ഒരു ദിവസം ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ നടന്നു പോകുമ്പോൾ അവന് വല്ലാതെ വിശന്നു. അപ്പോൾ ദൂരെ തളിരിട്ട് നിൽക്കുന്ന അത്തിവൃക്ഷം അവൻ കാണുന്നുണ്ട്. അത്തിവൃക്ഷത്തിൻ്റെ അരികിൽ പോയി പഴം തേടുന്ന ക്രിസ്തു അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം ലഭിക്കാതിരിക്കുമ്പോൾ അവൻ അതിനെ ശപിക്കുന്നുണ്ട്. പിന്നീട് ശിഷ്യന്മാരും ക്രിസ്തുവും ആ വഴിക്ക് നടന്നു വരുമ്പോൾ ആ അത്തിവൃക്ഷം കരിഞ്ഞു പോയത് കാണുന്നു. പ്രിയപ്പെട്ടവരെ, അത്തിവൃക്ഷത്തെ എന്തിനാണ് ക്രിസ്തു ശപിക്കുന്നത്? സാധാരണ ഫലം ചൂടി നിൽക്കുന്ന അത്തിവൃക്ഷങ്ങൾ എപ്പോഴും തളിരിട്ടാണ് നിൽക്കുന്നത്. തളിരിട്ട് നിൽക്കുകയും എന്നാൽ അതിൽ നിന്ന് പറിക്കുവാൻ ഒരു പഴം പോലും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ കപടതയുടെ മുഖം മൂടിയെയാണ് ഈ അത്തിവൃക്ഷം സൂചിപ്പിക്കുന്നത്. പല മനുഷ്യരുടെയും ജീവിതം ഇതുപോലെയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും അഭികാമ്യമാകുന്ന വിധത്തിൽ വളരെ തളിരിട്ട് നിൽക്കുന്നൊരു ജീവിതം, ഉള്ളിൽ വളരെ ശൂന്യതയുള്ളൊരു ജീവിതം. മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി മനുഷ്യൻ അവൻ്റെ ഉൾസ്വത്വം മറന്ന് പുറമെ ചില അഭിനയങ്ങളുടെ ഭാഗമായി ജീവിക്കുന്നു. സത്യത്തിൽ മനുഷ്യൻ നടക്കുന്ന വഴികൾക്കകത്ത് അഭിനയങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. ആ അഭിനയങ്ങൾ മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടിക്കാൻ മാത്രം ഉതകുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. എനിക്കൊരു പരിചയമുള്ളൊരു മനുഷ്യനുണ്ട്. അയാളുടെ ഓഫീസിൽ വളരെ സ്വീകാര്യനായ മനുഷ്യനാണ്. അയാളെക്കുറിച്ച് ചോദിക്കുമ്പോൾ കൂടെ ജോലി ചെയ്യുന്നവരും അയാളുടെ മാനേജേഴ്സും ഒക്കെ വളരെ നല്ല അഭിപ്രായമാണ് ആളെക്കുറിച്ച് പറയുന്നത്. അതിനുദാഹരണമായിട്ട് അവർ കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഓഫീസിലെ പെരുമാറ്റത്തെക്കുറിച്ചാണ്. CCTVയിൽ അവരത് കാണിച്ചു തരും. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ഭവ്യതയെക്കുറിച്ചൊക്കെ അവർ പറയും. കാരണം ഈ CCTV കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സംസാരം വരെ പിടിച്ചെടുക്കും. പക്ഷേ ആ മനുഷ്യൻ തൻ്റെ വീട്ടിൽ വന്നാൽ ഇത്രയും മോശമായി സംസാരിക്കുന്നൊരു വ്യക്തിയില്ല. ഇത്രയും മക്കളോടും ഭാര്യയോടും ക്രൂരമായി പെരുമാറുന്നൊരു വ്യക്തി വേറെ കാണില്ല. യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ ഓഫീസിലെ CCTVക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതാണ്. തന്നെ കാണുവാനും തൻ്റെ വാക്ക് കേൾക്കുവാനും കഴിവുള്ള ക്യാമറ തലയുടെ മുകളിലുണ്ടെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന മനുഷ്യൻ അത്രയും മനോഹരമായിട്ടാണ് അഭിനയം നടത്തുന്നത്. പക്ഷെ നിങ്ങൾ ഓർക്കണം, മനുഷ്യൻ ലോകത്തുള്ള ഒരു CC ക്യാമറയുടെ മുമ്പിലല്ല യഥാർത്ഥമായി ജീവിക്കേണ്ടത്. നിന്റെ നെഞ്ചിൽ ദൈവം ഒരു ക്യാമറ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് നീ എന്ന് എപ്പോഴും ഓർത്തുകൊള്ളുക. ആ ക്യാമറയ്ക്ക് മുമ്പിൽ നീ അഭിനയിക്കേണ്ട കാര്യമില്ല. അതെന്താണോ നിന്നോട് പറയുന്നത്, നീ പറയുന്നത് കേൾക്കുകയും ചെയ്യുന്ന നിന്റെ ഹൃദയം എന്ന് പറയുന്നൊരു ക്യാമറയുണ്ട്. അതിന് സന്തോഷം നൽകുന്ന രീതിയിൽ നീ ജീവിച്ചാൽ നീ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് ഈ ലോകത്ത് സന്തോഷകരമായിട്ട് ജീവിച്ചു പോകാൻ പറ്റും. അഭിനയത്തെ ദൈവം അത്രമാത്രം വെറുത്ത് കളയുന്നുണ്ട്. ദൈവം ശപിച്ചു തള്ളുകയും ചെയ്യുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, നീ പ്രാർത്ഥിക്കുമ്പോൾ മുറി അടച്ച് ഇരുന്ന് നീ പ്രാർത്ഥിക്കുക. മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി കപടനാകരുത്. നീ ഉപവാസം എടുക്കുമ്പോൾ നീ തലയിൽ എണ്ണ പൂശി നീ മനോഹരമായിട്ട് നടക്ക്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാകരുത്. അപ്പോൾ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി നമ്മൾ നടത്തുന്ന കപടാചാരങ്ങൾ മുഴുവൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് നമ്മളെ തള്ളിക്കളയാനായിട്ട് മാത്രം ഉപകരിക്കുന്ന കാര്യമാണ്. ഒരിക്കലും ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കത് നിലനിൽപ്പ് നൽകില്ല. നിങ്ങൾ മനുഷ്യനാണെങ്കിൽ യഥാർത്ഥ മനുഷ്യനായിട്ട് ജീവിക്കൂ. നിങ്ങൾ യഥാർത്ഥ മനുഷ്യൻ്റെ സ്വഭാവത്തോടു കൂടെ ജീവിക്കൂ. ഒരിക്കൽ പോലും നിങ്ങൾ കപടനായൊരു മനുഷ്യനായി മാറരുത്. അഭിനയം നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. നീ അഭിനയിച്ചാൽ നാളെ നീ അരങ്ങ് തകർക്കുന്നവനായി മാറിയേക്കും. പക്ഷേ ജീവിതത്തിൽ നീ വല്ലാണ്ട് തോറ്റുപോവുകയും ചെയ്യും. ഒന്ന് കണ്ണടയ്ക്കാം. ഈശോയെ, അവിടുന്ന് എൻ്റെ ജീവിതത്തെ യഥാർത്ഥ മനുഷ്യനെ രൂപീകരിക്കണമേ. പരിശുദ്ധിയോടുകൂടി ലോകത്ത് വ്യാപരിക്കുവാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ.